പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇത് എങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ ആലിൻ്റെ മരം പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് റൗണ്ടാക്കി കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇതിനൊരു കിളിക്കൂട് ഉണ്ടായതുകൊണ്ട് നമ്മളത് ഇതുവരെയും കട്ട് ചെയ്യാതിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഷേപ്പാക്കണ ഈ ഒരു വീഡിയോ, പിന്നെ ഈ ഒരു ചെടി നമ്മൾ റൗണ്ടാക്കി കട്ട് ചെയ്യണ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. ഇതിനൊന്നും പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല, കുറഞ്ഞൊരു 5 മിനിറ്റ് നേരത്തെ പണിയുള്ളൂ. ഈ ഒരു ചെടീൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ഈ ഒരു വള്ളിച്ചെടീൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒരുപാട് ആളിലേക്ക് എത്താൻ അതൊരു സഹായമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അത് അറിയിക്കുകയും ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് വന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വീഡിയോക്ക് പോകാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യണ ഇതിങ്ങനെയാണ് പിടിക്കുക കേട്ടോ. ഇതിന് പ്രത്യേകിച്ചൊരു ഇതൊന്നും വേണ്ട കേട്ടോ. നമ്മളിങ്ങനെ ഒപ്പത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. വേണ്ടില്ല ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒപ്പത്തിൽ പിടിക്കുക കേട്ടോ. ഇതേമാതിരിയുള്ള ഒരേ കറക്റ്റാണ്. എന്നിട്ട് നല്ല മൂർച്ചുള്ള കത്രിക വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ചതഞ്ഞൊരു വള്ളിയാണ്. അപ്പോൾ നമുക്കൊരു കത്രിക കൊണ്ട് ഒരിക്കലും ഒന്ന് വെട്ടാൻ പറ്റില്ല, ഇങ്ങനെ ചതഞ്ഞാണ്ട് നിൽക്കുള്ളൂ. കത്രിക നല്ല മൂർച്ചുള്ള കത്രിക ശരിയാവും ഇക്കാരം. ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് ആ സൈഡൊക്കെ നമ്മളിപ്പോൾ വെട്ടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഒരേ കറക്റ്റിന് ഇങ്ങനെ പിടിക്കുക. കറക്റ്റായി പിടിക്കുമ്പോൾ 1-2 വള്ളി നമ്മൾ വെട്ടാതിരുന്നാൽ മതി. അപ്പോൾ അതുകൂടി കൂട്ടി പിടിക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് കിട്ടും. അപ്പോൾ നമ്മളിത് ഏകദേശമൊക്കെ കട്ട് ചെയ്ത് ലെവലായിട്ടുണ്ട് കേട്ടോ. നമുക്കതിൻ്റെ അടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഇലകൾ ചാടിയതും ആ പുല്ലിന്ന് ഇലകൾ ചാടിയതും പിന്നെ ഇതിൻ്റെ കുറച്ച് ഭാഗം തേണ്ടില്ലേ, ഇങ്ങനത്തെ ഇതൊക്കെ ഒന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കുക. വേണ്ടില്ലേ ഇതൊക്കെ ഈ പുറത്തേക്ക് നിൽക്കണ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ കത്തിയായിട്ട് നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ നമുക്ക് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതൊരു ഉറപ്പുള്ളൊരു വള്ളിയാണിത്. മണ്ണിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറിച്ച് കളയാൻ തന്നെ വലിയ പാടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഈ പുറത്ത് വെക്കണമൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ തീർന്നിട്ടുള്ളൊരു ഇതാണിപ്പോൾ ഇത്. നമ്മൾ കുറച്ച് ദൂരത്തു നിന്ന് ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് ആ കട്ട് ചെയ്ത ആ ഒരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ ഇത് നിൽക്കണ്ടില്ലേ. വേണമെങ്കിലൊന്ന് കുറച്ചുകൂടി നമുക്കൊന്ന് ഇത് പൊന്തിച്ച് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അത്ര ആ ഒരു അടിയിലുള്ള ആ റിങ് ഇങ്ങനെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. ഇത് കട്ട് ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. ഇതിപ്പോൾ ഒന്നുകൂടി വലുതായിട്ട് കട്ട് ചെയ്താൽ മതിയെന്നുള്ളൊരു അതിന് കത്രിക തന്നെ വേണം അതിന്, അല്ല മറ്റേ ഇതായിട്ടൊന്നും പറ്റണില്ല. അപ്പോൾ നമ്മൾ കത്രിക എടുത്തുകൊണ്ടിരുക, എന്നിട്ട് അതായിട്ട് കട്ട് ചെയ്യാം. അത് നമ്മളിങ്ങനെ ആദ്യം ഒന്നിങ്ങനെ ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. ഇതിനുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഈ മുടിയൊക്കെ തുണിയൊക്കെ കട്ട് ചെയ്യണ കത്രികയായിട്ടാണ് ഇത് കട്ട് ചെയ്യണത് കേട്ടോ. നല്ല മൂർച്ച ഉണ്ടായാലാണ് നമുക്കിത് ചെടി കട്ട് ചെയ്യണ ഇതായിട്ട് കട്ട് ചെയ്തിട്ട് ശരിയാവണില്ല. അപ്പോൾ നമുക്കിത് നമ്മളിത് റൗണ്ടാക്കിയിട്ടാണല്ലോ ഇപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ
ആദ്യം ഒന്ന് ഇതിൻ്റെ തലകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു നമ്മൾ കട്ട് ചെയ്തത് ഉണ്ട ഷേപ്പിലാവണുണ്ടോയെന്ന് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തിങ്ങനെ നിന്നാൽ അത് അത്ര ഒരു ഇത് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ മുകൾ ഭാഗം അത് കട്ട് ചെയ്യണില്ല കേട്ടോ. നമ്മൾ അതിൻ്റെ മുകൾക്കൊരു വേറെ ഒരു ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ഇതാണ് ഈ രണ്ട് റൗണ്ട് ഷേപ്പിൽ രണ്ട് തട്ടായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മുകൾ ഭാഗം കട്ട് ചെയ്യാത്തത് കേട്ടോ. അതൊരു 2-4 മാസമൊക്കെ പിടിക്കും അത് നമുക്ക് ആയി കിട്ടാൻ കേട്ടോ. കത്രിക നല്ല മൂർച്ചയുള്ള കത്രിക ഉണ്ടായാലാണ് നമുക്കത് കട്ട് ചെയ്യുക. വലിയ തണ്ടുള്ളതാണെങ്കിൽ നമ്മൾ ചെടി കട്ട് ചെയ്യണ കത്രിക തന്നെ വേണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു റൗണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ റൗണ്ട് ഷേപ്പ് ആവേണ്ട. അടിഭാഗത്ത് കുറച്ചുകൂടിയും കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയും കൂടി കട്ട് ചെയ്യാൻ കേട്ടോ. ഇത് ഈ ഭാഗം കുറച്ച് കൂടുതലാണ്. നമ്മൾ നല്ല ഡ്രസ്സൊന്നും ഇട്ട് കാണ്ടത് കട്ട് ചെയ്യരുത് കേട്ടോ. കറ തെറിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിലൊക്കെ ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് നമ്മളിങ്ങനെ വെട്ടി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇത് വെട്ടിയാൽ മതി കേട്ടോ. നമുക്കിത് വെട്ടി അങ്ങനെ പഠിക്കണതല്ല. നമ്മളിതിങ്ങനെ ചെയ്ത് നമുക്ക് അങ്ങനെ പഠി കേട്ടോ. അല്ലാതെ ഇത് വെട്ടി പഠിക്കാനായിട്ട് നിന്നാൽ പറ്റില്ല. നമ്മളെ വീട്ടിൽ തന്നെ ഒരു ഇതുപോലുള്ളൊരു മരം ചെടി ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആദ്യമേ വെട്ടി പഠിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ വെട്ടുമ്പോൾ നമുക്ക് ഇതിനെ പറ്റിയൊരു ധാരണ കിട്ടും. അപ്പോഴാണിത് കണ്ടില്ലേ കറ ഇങ്ങനെ ഉറ്റി നിൽക്കുന്നത്. കറ ഓരോ ഇതിന്മേലെ കറ കണ്ടില്ലേ ഇതിങ്ങനെ ഉറ്റി നിൽക്കും കേട്ടോ. അത് നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതിന് നിൽക്കരുത്. നമ്മൾ പഴയ ഡ്രസ്സൊക്കെ എടുത്ത് ഇത് നല്ല തെറിക്കും കേട്ടോ. ഇത് ഒറ്റ കട്ടിങ്ങിൽ തെറിക്കില്ല. രണ്ടാമത്തെ കട്ടിങ് അതിൻ്റെ ആ തെറിച്ച് നിൽക്കണ കറകളൊക്കെ നമ്മൾ ദേഹത്ത് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യട്ടോ. പുതിയ ഡ്രസ്സൊന്നും ഇടാതെ ആണിത് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇതൊരു വീഡിയോ പിടിക്കാൻ കാരണം ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് റൗണ്ടാക്കി കട്ട് ചെയ്യുന്നത്. ഇതിനത്ര പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല. ഇനി ഈ അടിഭാഗമാണ് കേട്ടോ ചെയ്യുന്നത്. ഈ അടിഭാഗം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒക്കെ കട്ട് ചെയ്തെടുക്കണം. കത്രികൻ്റെ മൂർച്ച പോകുന്നുണ്ട്. കത്രികൻ്റെ ഒരു മൂർച്ച കൂട്ടി വന്നതാണ് കേട്ടോ. നമ്മൾ കത്രിക എപ്പോഴും ഇത് നല്ല മൂർച്ചയുള്ള കത്രികയാണ്. ഇത് ഈ അടിഭാഗം നമുക്ക് അവിടെ ഒരു റൗണ്ട് കിട്ടണില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ അടി നമ്മൾ കറക്റ്റാക്കി വെട്ടണം കേട്ടോ. ഇത് ശരിയായിക്കണമെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരത്ത് ചെന്നിട്ട് നോക്കണം. എന്നാലേ അറിയുള്ളൂ കേട്ടോ. നമുക്ക് കുറച്ച് ദൂരത്ത് ഉണ്ടോന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. ശരിക്കും റൗണ്ടായിട്ടില്ല കേട്ടോ. അടിഭാഗം കുറച്ചുകൂടി നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മേൽഭാഗം കട്ട് ചെയ്യണമല്ലോ. മേൽഭാഗം നമുക്ക് വേറൊരു റൗണ്ടാക്കി നിർത്താമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിങ്ങനെയാണ് നിർത്തുന്നത്. നമ്മൾ മറ്റേ ഭാഗം കട്ട് ചെയ്യണില്ല കേട്ടോ. മോൾ ഭാഗം ഇത് ഇവിടെ ഇങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ അത് നമ്മൾ നിർത്തുമ്പോൾ ഈ ഭാഗം നല്ലോണം കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഈ ഒരു ഇതുണ്ടല്ലേ ഇതിങ്ങനെ നമുക്ക് ആ ഒരു മറ്റേ റൗണ്ട് തുടങ്ങാനുള്ളൊരു സ്ട്രക്ചർ ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഈ ഭാഗമാണ് ഇപ്പോൾ കുറച്ച് കട്ട് ചെയ്യാനുള്ളത് കേട്ടോ. ഇത് എന്നാലിപ്പോൾ ആ റൗണ്ട് കറക്റ്റാവുള്ളൂ. നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു റൗണ്ടിൻ്റെ ഒരു ഷേപ്പിന് കിട്ടിയാൽ നമുക്ക് പിന്നെ വീണ്ടും കട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാവും കേട്ടോ. ആ ഒരു കട്ടിങ്ങിൻ്റെ പീസുകൾ ഇങ്ങനെ വെക്കണം അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി.
എന്നാൽ തന്നെ റൗണ്ടായി. നമുക്ക് ആദ്യത്തെ ആ ഒരു ഇത് കിട്ടാനാവും ബുദ്ധിമുട്ട്. നല്ല വെയിലാണ് കേട്ടോ, നല്ല ക്ഷീണമുണ്ട്. വെയിലല്ല, മഴക്കാറുണ്ടായിട്ട് നല്ല ചൂടുണ്ട്. ആദ്യം നമ്മളെ കളിയൊക്കെയാണ്, വെയിലില്ല മഴയാണ്, മഴക്കാറുണ്ട് കേട്ടോ. ആ മഴക്കാറ് കൊണ്ട് തന്നെ നല്ല ചൂടും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ തള്ളിക്കണ ഇലകളിങ്ങനെ കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴാണ് ഈ റൗണ്ട് കിട്ടുക. കണ്ടില്ലേ, അപ്പം ഇങ്ങനെ ഈ ഭാഗം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് പോവുക. അപ്പോഴാണ് ഈ റൗണ്ട് ഇങ്ങനെ കിട്ടുക. ഇനി ഇല പകുതി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാം. നമ്മൾ ഈ സൈഡ് ഭാഗത്ത് നിന്നിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്നാലും അതിൻ്റെ ഇങ്ങനത്തെ ആ ഒരു റൗണ്ട് കിട്ടുള്ളൂ. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഇല പുറത്തേക്ക് തള്ളിക്കുന്നത്. അപ്പോൾ ഒരു പകുതി ഇലയാണെങ്കിലും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ആ റൗണ്ടിനെ അത് ബാധിക്കും. നമുക്ക് ആ ഷോ കിട്ടില്ല. ഈ ഭാഗം കുറച്ചും കൂടിയും കട്ട് ചെയ്യാൻ കേട്ടോ. നമ്മൾ ഓരോ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ റൗണ്ട് ഷേപ്പ് ആവാത്ത മനസ്സിലാകുക. നല്ല മൂർച്ചയുള്ള കത്രിക വേണം, നല്ല മൂർച്ച കൂട്ടും വേണം. അപ്പോൾ അത് ഇടക്ക് മൂർച്ചം പോകുമ്പോൾ നമ്മൾ ഈ കത്രിക മൂർച്ചം കൂട്ടാനൊരു കിട്ടും. ആ അരം കൊണ്ട് നമ്മൾ നേരെ വിലങ്ങിനെ ഇങ്ങനെ ഇതായാൽ മതി കേട്ടോ. കത്തി മൂർച്ചം കൂട്ടുന്നതിന് ചെരിച്ചിട്ടല്ല, അതിൻ്റെ ആ കട്ടിങ് എങ്ങനെ നിൽക്കണമെന്ന് വെച്ചാൽ ആ ഭാഗത്താണ് നമ്മൾ അതുപോലെയാണ് കത്രിക മൂർച്ചം കൂട്ടേണ്ടത് കേട്ടോ. കത്രിക മൂർച്ചം കൂട്ടാൻ ഒരു എക്സ്പീരിയൻസ് തന്നെ വേണം, എന്നാലേ കത്രിക മൂർച്ചം കൂടുള്ളൂ. മറ്റേ നമ്മൾ കത്തി മൂർച്ചം കൂട്ടുന്നതിന് ചെരിച്ച് അരങ്ങോണ്ടരായിട്ടുണ്ടെങ്കിൽ കത്രിക മൂർച്ച ആവില്ല കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല കറയുണ്ട് കയ്യുമ്മ കേട്ടോ, നല്ല കറ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഈ മുടി വെട്ടണ മാതിരിയാണ്. നമ്മളിങ്ങനെ വെട്ടിങ്ങനെ ഒന്ന് വാർന്ന് നോക്കൂലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവും. അതേമാതിരിയാണ് ഇപ്പോൾ വെട്ടിയിട്ടൊന്ന് ദൂരം ഒന്ന് നോക്കുമ്പോഴാണ് ഈ ചെടീൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടി പിന്നെ ക്ലീൻ ആക്കാനാണുള്ളത് കേട്ടോ. പിന്നെ അപ്പോൾ നമുക്കത് അടി ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഒക്കെ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്കിത് കാണാം കേട്ടോ. അതിങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തത് കേട്ടോ. നമ്മൾ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 ആഴ്ച കൂടുമ്പോൾ അത് ഇങ്ങനെ ഇതിൻ്റെ പുതിയ തല ഇങ്ങനെ വരും കേട്ടോ. ഇതിനിപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഇതിന്മേൽ കട്ട് ചെയ്തില്ല, അത് കണ്ടില്ല. ഇവിടെ അപ്പം ഇനി വേറെ ഒരു ഇതും കൂടി വരും. അപ്പോൾ അപ്പോഴാണ് ഇത് തിക്കായി വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അതിൻ്റെ മുന്നേ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.